അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ്ഹൂൺ.tv-യിലെ പൂമുഖത്തിൽ നമുക്കിന്നൊരു വിശിഷ്ടാതിഥിയെ പരിചയപ്പെടാം. ഇദ്ദേഹം ഇബ്രാഹിം മുണ്ടക്കൻ. ഇബ്രാഹിം മുണ്ടക്കൻ എന്ന നാമം ലഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. മുമ്പ് ഇദ്ദേഹം ലോകപ്രശസ്തനായി അറിയപ്പെട്ടത് ജോൺ മുണ്ടക്കൻ എന്ന നാമത്തിലായിരുന്നു. ദശാബ്ദങ്ങളോളം 26 വർഷക്കാലം ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ ലോഹയണിഞ്ഞ് ലോകമൊട്ടാകെ ക്രൈസ്തവ മതത്തിന്റെ തിയോളജി പഠിക്കാനും പഠിപ്പിക്കാനും ആശയം പ്രബോധനം ചെയ്യാനും ക്രൈസ്തവതയിലേക്ക് ആളെ കൂട്ടാനും മറ്റുമായി ലോകമാകെ സഞ്ചരിച്ച് വത്തിക്കാനിലും അമേരിക്കയിലുമൊക്കെ പര്യടനങ്ങൾ കഴിഞ്ഞ് നടന്നിരുന്ന ഇദ്ദേഹം ഇപ്പോൾ ഒരു ഗ്രാമീണ ജീവിതം നയിച്ചു വരുന്നു. അതോടൊപ്പം സജീവമായ മതപ്രബോധന വീഥിയിൽ തന്റേതായ വിശിഷ്ട സേവനങ്ങൾ അർപ്പിച്ചും വരുന്നു. ത്രിയേകത്വത്തിന്റെ പാപരത്വത്തിൽ നിന്ന് വിശുദ്ധമായ തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് 1985-ലായിരുന്നു ജോൺ മുണ്ടക്കൻ കടന്നുവരുന്നത്. മഹാനായ ശൈഖുൽ മർഹൂം ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ ചടുലമായ മതപ്രബോധന പ്രഭാഷണങ്ങളിൽ ക്രൈസ്തവതയുടെ പാപ്പരത്വം ബോധ്യപ്പെടുകയും തൗഹീദിന്റെ അർത്ഥവ്യാപ്തിയും ആശയ സൗകുമാര്യതയും വ്യക്തമാവുകയും ചെയ്തതോടെ ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ ലോഹം വലിച്ചെറിഞ്ഞ് പരിശുദ്ധ തൗഹീദിന്റെ തീരത്തേക്ക് നടന്നെടുക്കുകയായിരുന്നു ജോൺ മുണ്ടക്കൻ. തന്റെ ശോഭജനകമായ ജീവിതത്തെക്കുറിച്ച്, ജീവിതയാത്രയിലെ നാഴികക്കല്ലുകളെക്കുറിച്ച്, തന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച ഘടകങ്ങളെക്കുറിച്ച് എല്ലാം മനം തുറന്ന് നമ്മളോട് സംസാരിക്കുന്നു ജനാബ് ഇബ്രാഹിം മുണ്ടക്കൻ സാഹിബ്. അദ്ദേഹത്തിന് ആദരപൂർവ്വം ജയ്ഹൂൺ.tv-യിലെ പൂമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ഞാൻ എറണാകുളം ജില്ല കോതമംഗലം എന്ന നാട്ടിൽ മുണ്ടക്കൻ എന്നുള്ള തറവാട്ടിൽ ജനിച്ചതാണ്. 1960 ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ നിന്ന് പട്ടം കിട്ടി അച്ഛനായിട്ട് പോന്നു. 1964 ഞാനൊരു പള്ളി വികാരിയായിട്ട് ജോലി ഏറ്റു. ആ വികാരിയായിട്ട് ജോലി ഏറ്റിരിക്കുന്ന സമയത്താണ് എനിക്ക് വന്നിട്ട് വത്തിക്കാനിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയത്. ആദ്യമായിട്ട് 1965 ഞാൻ വത്തിക്കാനിൽ പോയി. അവിടെ ചെന്ന് മാർപ്പാപ്പാനെ കണ്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം 1975 എന്നെ കേരളത്തിന്റെ അച്ഛന്മാരുടെ അസോസിയേഷന്റെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തു. അന്ന് എൻ്റെ പേര് ജോൺ മുണ്ടക്കൻ, എല്ലായിടത്തും അറിയും. അങ്ങനെ ഞങ്ങൾക്ക് ബൈബിളുടെ കോഴ്സിന് വേണ്ടി ഞങ്ങളെ വിദേശ രാജ്യങ്ങളിൽ വിട്ടിരുന്നു. ജർമ്മനിയിൽ പോയിരുന്നു, അതേമാതിരി അമേരിക്കയിലും ഫിലിപ്പീൻസിലും മോസ്കോയിലും ഫ്രാൻസിലും ഒക്കെ ചെന്നിട്ട് അതിന്റെ കോഴ്സുകളൊക്കെ നേടി. അത് കഴിഞ്ഞതിന് ശേഷം അസോസിയേഷന്റെ സെക്രട്ടറി എന്ന സ്ഥാനം എനിക്ക് കിട്ടിയതിന് ശേഷം എനിക്കുള്ള പ്രവൃത്തി കൂടുതലും പള്ളിയിൽ ജോലി നോക്കുന്നത് മാത്രമല്ല, മറ്റുള്ള മതത്തിലുള്ളവരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ മിത്രന്മാരുടെയും ആർച്ച് ബിഷപ്പും കർദിനാൾമാരുടെയും നിർദ്ദേശപ്രകാരം ഞാൻ കേരളം വിട്ടിട്ട് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യ മുഴുവതും പോയി ഒരുപാട് താഴ്ന്ന ജാതിക്കാരുടെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റി മാമോദീസ മുക്കി എടുത്തവനാണ്. എന്നിട്ട് അത് പോരാ, അവർക്ക് തോന്നിയത് മുസ്ലിം സമുദായം 4-ാം വേദത്തിൽ അങ്ങനെ ഒരു പണ്ഡിതൻ ഇവിടെ ഇല്ല, 4-ാം വേദത്തിൽ അങ്ങനെ ഒരു പണ്ഡിതൻ ഇവിടെ മുഹമ്മദ് എന്നൊരു നബി ഇല്ല, ലൂതല്ലുക്കർജി ലൂസൽ ലുഹൂദി ആദൽ ഈസ എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ, ഇവിടെ വന്ന നബിമാരിലെ അവസാനത്തെ നബി ഈസ, അതല്ലാതെ വേറെ നബി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നേതാക്കന്മാരുടെ നിർദ്ദേശവും ആ പുതിയ സുറിയാനി ഗ്രന്ഥത്തുള്ള ആ രീതിയും. അത് വെച്ചും കൊണ്ട് പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ ചെന്നും കൊണ്ട് മുസ്ലിം സമുദായത്തിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റാൻ എത്ര പണം വേണമെങ്കിലും വാരി എറിയാൻ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു. 1979 ഞാൻ മഞ്ചേരിയിൽ കുറച്ച് ഫാദർമാരെയൊക്കെ കൊണ്ടുവന്ന് ബണ്ടൂർ കർണാലയം ആസ്പത്രി സായിപ്പിന്റെ ഹോസ്പിറ്റലിൽ വെച്ചും കൊണ്ട് ഞങ്ങൾ യോഗം കൂടി. അങ്ങനെ ഒരു 40 മുസ്ലിം കുടുംബത്തിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനായ ശേഖന സംസ്ലമ അദ്ദേഹം അവർ മഞ്ചേരി ടൗൺ ഹാളിൽ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു. ഞങ്ങളെല്ലാം പോയി.
പോയപ്പോൾ ഞങ്ങൾക്കൊരു നിർദ്ദേശം തന്നു, ഒരു വാർണിംഗ് തന്നായിരുന്നു. ഇവിടെ സബൂർ എന്താ, തവറാത്ത് എന്താ, ഇഞ്ചിയിൽ എന്താ, ബുർഖാൻ എന്താ, ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയും, അവിടെ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ട, വേഗം സ്ഥലം വിട്ടോളുക എന്ന് പറഞ്ഞ് നിർദ്ദേശം തന്നു. പക്ഷെ ഞങ്ങളൊന്ന് കണക്കാക്കിയത്, ഒരു പഴഞ്ചൻ മേരിയാർ ഇയാളാണോ നമ്മളെ ഉദ്ദേശിക്കാൻ വന്നതെന്നും പറഞ്ഞ് വെറും ഗവൺമെന്റ് ആയിട്ട് തള്ളിക്കളഞ്ഞു. അതിന്റെ ഉദാഹരണം, സുറിയാനി ഭാഷ അറിയുന്ന ഒരു പണ്ഡിതന്മാരും കേരളത്തിലില്ല. ആ ഒരു ഉദാഹരണം വെച്ചും കൊണ്ടായിരുന്നു 1979 മുതൽ 80 വരയ്ക്കും എടക്കര, വഴിക്കടവ്, നിലമ്പൂര് ആ പ്രദേശങ്ങൾ, മലയോരങ്ങൾ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുകയും പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അവർക്ക് വേണ്ട വാഗ്ദാനങ്ങൾക്ക് ചെയ്തും കൊണ്ട് പണം വാരി കൊടുക്കുകയും ചെയ്ത്, അങ്ങനെ ഞങ്ങൾ 68 മുസ്ലിം കുടുംബത്തിന് എടക്കര പുഴയിൽ നിന്ന് ഞാനായിരുന്നു അന്ന് മാമൂദീസ മുക്കി ക്രിസ്ത്യൻസ് ആക്കിയത്. അന്ന് ക്രിസ്ത്യൻസ് ആക്കിയിട്ട് എടക്കരയെന്ന് 1980 ഞാൻ വെല്ലുവിളിച്ചു, ഇഞ്ചിയിലുള്ള ഗ്രന്ഥത്തിന്റെ സുറിയാനി ഭാഷയിൽ മറുപടി തരാൻ വല്ല പണ്ഡിതന്മാരും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക എന്ന്. അതും കേട്ടുകൊണ്ട് നേരിട്ട് വന്നതാണ് മഹാനായ ശേഖന സംസുലമ. അദ്ദേഹം എടക്കരയിൽ ഒരു സ്റ്റേജ്, എടക്കര മുസ്ലിയാരങ്ങാടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു പാടത്ത് വെച്ചും കൊണ്ട് ഒരു സ്റ്റേജ് അദ്ദേഹത്തിനും മറ്റുള്ള എല്ലാ സഭയിലുള്ള ഫാദർമാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കസേരയിട്ട് തന്നിരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളും ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ വാദിച്ച് അദ്ദേഹം ചോദിച്ച ഇതായിരുന്നു, ലഹർദിൽ ആസൽ കുറിയ ലൂസൽ മുഖൂസി ആദൽ ഈസ എന്ന് ചോദിച്ചു. ഇവിടെ യേശുവിനെ കുരിശിൽ തറച്ച ഉയർത്തപ്പെട്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കുരിശിൽ തറച്ചതാണ്, അതിന് എല്ലാ തെളിവുകളും ഞങ്ങൾക്കുണ്ട്, പുതിയ ബൈബിളിൽ അതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ലാഹം മക്കർദി ലൂസൽ മുഖൂതി ആദൽ ലഹറിയ ലൂസൽ മറിയ എന്ന് ചോദിച്ചു. മറിയം ബിബി യേശുവിനെ എവിടെയാ പ്രസവിച്ചെന്ന് ചോദിച്ചു. കന്നുകാലികളെ കെട്ടുന്ന കാലി തൊട്ടിലാണെന്ന് പറഞ്ഞു. അതിനും തെളിവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ചോദിച്ച ഇതായിരുന്നു, മികർദി മീസൽ മുഹൂദി ആദൽ ഈസ, അദ്ദേഹം വന്ന് തൊട്ടിൽ കുട്ടിയായി കിടക്കുമ്പോ ഞാൻ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞോ, ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞോ, ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല, തെളിവ് തരും എന്ന് പറഞ്ഞപ്പോ ആ മഹാനവറുകൾ ചോദിച്ചു, എവിടെ നിന്റെ ഗ്രന്ഥം എന്ന് ചോദിച്ചപ്പോ ഞാൻ ആ പുതിയ സുറിയാനി ഗ്രന്ഥവും കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തപ്പോ അത് വാങ്ങിച്ച് നോക്കിയിട്ട് വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് പറഞ്ഞു, അതല്ലടോ ഗ്രന്ഥം, എന്റെ അടുത്തുണ്ട് ഗ്രന്ഥം എന്ന് പറഞ്ഞു ഒരു പഴയ സുറിയാനി ഗ്രന്ഥം എടുത്ത് ഇങ്ങോട്ട് അടുത്ത് നില്ല് എന്ന് പറഞ്ഞ് ആ മൈക്കിന്റെ അടുത്ത് തന്നെ വിളിച്ചിട്ട് അവിടെ ഒരു പഴയ സുറിയാനി ഗ്രന്ഥം എടുത്ത് തന്നപ്പോ 13 പേജ് വരെ ഞാൻ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ മടക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തും കൊണ്ട് ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് അനുവാദം ചോദിച്ചു, എനിക്ക് പോകാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടു. കാരണം മറുപടി കൊടുക്കാൻ കഴിയില്ല. ആ ഉദാഹരണത്തിൽ കൂടെയാണ്. അങ്ങനെ ഞാൻ പോയി എന്റെ വീട്ടിൽ ചെന്നും കൊണ്ട് എന്റെ അടുത്തുണ്ട് ഒരു പഴയ സുറിയാനി ഗ്രന്ഥം. ആ ഗ്രന്ഥം എടുത്തു വെച്ചും കൊണ്ട് 28 ദിവസം പഴയതും പുതിയതും വെച്ച് ഞാൻ നോക്കുമ്പോ ഇവിടെ അവസാനത്തെ നബി ഏതാണ്, അതാണ് എനിക്കറിയേണ്ടത്. ആ ഇതിന്റെ ഉദാഹരണം വെച്ചും കൊണ്ട് ഞാൻ അവിടെ നോക്കുമ്പോ പുതിയതിൽ കാണുന്നുണ്ട് ലൂതൽ ഉക്കർദൽ യൂസൽ ഉഗൂദി ആദൽ ഈസ. എന്നാ പഴയതിലോ, പഴയ സുറിയാനി ഗ്രന്ഥത്തിൽ എന്താ കാണുന്നത്, മഹർദി മാസൽ മുഹൂദി ആദർ റീഹൽ അഹമ്മദ് 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 എന്ന് എവിടെ നോക്കിയാലും കാണാം. ആരുടെ പേര്? നമ്മുടെ അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അഹമ്മദ് അഹമ്മദ് എന്ന് ഞാൻ അതിൽ കണ്ടു. അത് മനസ്സിലാക്കി അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്റെ സുഹൃത്തുക്കൾ ഫാദർമാരെയൊക്കെ ഞാൻ വരുത്തി അവർക്ക് 3 ദിവസം ഞാൻ എന്റെ വീട്ടിൽ വെച്ച് ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം 83 ഞങ്ങളെ വത്തിക്കാനിലേക്ക് പോകാനുള്ള അനുവാദം ഞങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്ത് നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതായിരുന്നു, ആ എടക്കര 4-ാം വയസ്സുള്ള പണ്ഡിതൻ ചോദിച്ചതിന്റെ എന്തുകൊണ്ട് മറുപടി കൊടുത്തില്ല, അത് ഞങ്ങൾക്ക് അറിയണം എന്ന് ചോദിച്ചു. പറഞ്ഞു, വത്തിക്കാനിൽ നിങ്ങൾ പോയി വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മറുപടി തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ അമർത്തി വെച്ചു. അങ്ങനെ ഞാൻ വത്തിക്കാനിൽ ചെന്നു. ഞങ്ങൾ എല്ലാവരുമായിട്ട് റോമിൽ ചെന്ന് ആ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് അവിടെ ചെന്നും കൊണ്ട് മാർപ്പാപ്പാവിനെ കണ്ടു. അതായത് കഴിഞ്ഞ പ്രാവശ്യം മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പഴയ നേതാവ് ജോൺ പോൾ മാർപ്പാപ്പ 2ാമൻ, അദ്ദേഹത്തിനുമായിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ മോതിരങ്ങളൊക്കെ ഞങ്ങൾ മുത്തി. പക്ഷേ എനിക്ക് അതിൽ കുറച്ച് താല്പര്യക്കുറവുണ്ടായിരുന്നു. കാരണം എന്തെന്ന് പറഞ്ഞാൽ സംസുലമ്മ പറഞ്ഞത് ശരിയായിരിക്കാം എന്നുള്ള ഉദാഹരണം എനിക്കപ്പോ തോന്നിയിട്ടുണ്ട്. എന്നിട്ട് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ലോകത്തേക്ക് ഏറ്റവും വലിയ ലൈബ്രറിയുടെ ഉള്ളിൽ കയറി അവിടുത്തെ പഴയ സുറിയാനി ഗ്രന്ഥമൊക്കെ എടുത്ത് ഞാൻ നോക്കുമ്പോ ആ ഗ്രന്ഥങ്ങളിൽ കാണുന്ന എന്താന്ന് പറഞ്ഞാ ലഹർദിൽ ആസൽ അഹാദ സാന ലഹർദിൽ യൂദൽ യൂദ എന്ന് കാണുന്നുണ്ട്. ഏതാ യൂദ? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ 12 ശിഷ്യന്മാരിൽ യൂദാസ് എന്നുള്ള ശിഷ്യൻ 30 വെള്ളിക്കാശിന് വേണ്ടി ഈസ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു കരാറ് ചെയ്ത സ്ഥലം വരെ മാത്രമേ എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടുള്ളൂ. അതിനങ്ങോട്ട് കംപ്ലീറ്റ് മാറ്റിവെക്കുക. അവിടുന്ന് ഞാൻ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഞാൻ നേരെ എന്ത് ചെയ്തു, എന്റെ സുഹൃത്തുക്കളെയും കൊണ്ട് ഞാൻ അപ്പോ മാർപ്പാപ്പയുടെ സെക്രട്ടറി കർത്തനാട് റോക്കിയുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് അമേരിക്കയിലേക്കും ഇസ്രായേലിലേക്കും പോകാനുള്ള പെർമിറ്റ് വേണം എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ചോദിച്ചു, അതിന് പെർമിറ്റും തന്ന് ഞങ്ങൾ പ്ലെയിൻ കയറ്റി വിട്ടു. പക്ഷെ എനിക്കപ്പോ തോന്നിയത് ഇസ്ലാമിനെ പറ്റി കുറച്ച് പഠിക്കണം എന്നുള്ള ഉദാഹരണം എനിക്ക് അപ്പോഴാണ് തോന്നിയത്.
ഇസ്ലാമിനെ പറ്റി പഠിക്കണം. ഇതിന്റെ പൊള്ളത്തനം ഇതാണോ അല്ലെ വേറെയും ഉണ്ടോ എന്നുള്ള ഉദാഹരണം വെച്ചുകൊണ്ടാണ് ഞാൻ ആ ചോദിച്ചതും. ആദ്യമായിട്ട് ഞങ്ങൾ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ എന്നെമാരി ഇസ്ലാമിലേക്ക് വന്ന ഒരു സുഹൃത്തുണ്ട്, മൊഹ്മാലി എക്ലെ. അതായത് ലോക ചാമ്പ്യനാണ്, ബാറ്റിങ്ങിന്റെ ലോക ചാമ്പ്യൻ, കോടീശ്വരനാണ്, അമേരിക്കൻ പൗരനാണ്, കറുത്ത മനുഷ്യൻ. അങ്ങനെയുള്ള ആ മനുഷ്യന്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളെല്ലാരെയും വളരെ സ്നേഹത്തോടു കൂടി പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കാണാൻ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് അതായത് ഇസ്ലാമിലേക്ക് വന്നു, ക്രിസ്ത്യൻ മതത്തിൽ എന്ത് കണ്ടുകൊണ്ടാണ്, എന്ത് തെറ്റ് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നെന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞതാണ്, സുഹൃത്തെ, ഞാൻ വന്നിട്ട് ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം അതായത് എന്തുവെന്ന് പറഞ്ഞു തന്നാൽ, ലോക ചാമ്പ്യൻ എന്നുള്ള കിരീടവും വാങ്ങിച്ചുകൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂയോർക്കിൽ ചെന്ന് ഹോട്ടൽ റിച്ചലിൽ കയറിയിട്ട് ഫേരൻ എന്ന് പറഞ്ഞ് സപ്ലയർ വിളിച്ചപ്പോൾ സപ്ലയർ വന്നു. അവൻ വെള്ളക്കാരൻ, അവനും അമേരിക്കൻ പൗരനാണ്. അവന്റെ അടുത്ത് ഞാൻ ചായ ചോദിച്ചപ്പോൾ എന്റെ മുഖത്ത് നല്ലോണം നോക്കിയിട്ട് പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് എന്നെ പുറത്തു പോകാൻ പറഞ്ഞു. ഞാൻ അവന്റെ അടുത്ത് വളരെ സ്നേഹത്തോടു കൂടി ചിരിച്ചും കൊണ്ട് ചോദിച്ചു, ഒയ് ഞാൻ എന്തിനാ പുറത്തു പോവാ എന്ന് ചോദിച്ചപ്പോ പിന്നെയും അവൻ കാല് മുതൽ തല വരെ നോക്കിയിട്ട് ഐസേ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് പിന്നെയും അത് തന്നെയാ പറഞ്ഞത്. ഞാൻ അവന്റെ അടുത്ത് വളരെ ആ ഗൗരവത്തോടു കൂടി ചോദിച്ചു, ഈ പോയിനായിട്ട് പോയി എന്തിനാ ഞാൻ പുറത്തു പോവാ, കാര്യം പറ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞതാണ്, ഇവിടെ കറുത്ത മനുഷ്യനെയും നായിനെയും ഞങ്ങൾ ഒരേമാതിരിയ കണക്കാക്കൽ, ഐസേ ഗെറ്റ് ഔട്ട് KTDF എന്നും പറഞ്ഞ് എന്നെ പിടിച്ച് പുറത്താക്കി. അങ്ങനെ വളരെ വിഷമത്തോടുകൂടി അതെല്ലാം വലിച്ചു ദൂരെ എറിഞ്ഞുകൊണ്ട് ഓരോ രാജ്യത്തും ചെന്നുകൊണ്ട് പല മതത്തിലുള്ള പണ്ഡിതന്മാരെയൊക്കെ കണ്ടു, അവരുടെ ഗ്രന്ഥങ്ങൾ പഠിച്ചു, അത് മനസ്സിലാക്കി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ലോകത്ത് വെച്ചുകൊണ്ട് കറുപ്പും വെളുപ്പും തരംതിരിക്കാത്ത ഒരു മതമുണ്ടെങ്കിൽ അത് അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഇസ്ലാം മതമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇസ്ലാമിൽ വന്നതും അതിനുവേണ്ടി എന്റെ സമ്പത്ത് മുഴുവതും വാരി എറിഞ്ഞ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വളരെ സമാധാനമായി. എന്നിട്ട് അവിടെ നിന്ന് എന്റെ സുഹൃത്തുക്കളെയും കൊണ്ട് ഞാൻ ആ ഇസ്രായേലിലേക്ക് ചെന്ന് അവിടെ ചെന്നിറങ്ങിയിട്ട് ഞങ്ങളൊരു പള്ളി കാണാൻ ചെന്നിരുന്നു. അവിടെ കണ്ടു ഒരു പള്ളി, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടില്ലാത്ത ഒരു പള്ളി. അതാണ് ബൈത്തുൽ മുഖദ്ദസ് പള്ളി എന്ന് പറയുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജിന്നുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് 1 കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കിയ ഒരു പള്ളി, ആകാശം മുട്ടുന്ന പോലെ ഒരു പള്ളി, സക്കരിയ നബി അലൈഹി ഇസ്ലാമും മറിയം ബീബി റളിയല്ലാഹു ഒക്കെ കുടിയിരുന്ന ഒരു പള്ളി. അങ്ങനെയുള്ള ഒരു പള്ളി ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. അത് മാത്രമല്ല, പള്ളിയുടെ ചുറ്റി നടക്കുന്ന സമയത്ത് അവിടെ എന്താ കണ്ടത്, വെളുത്ത വെള്ളാറം കല്ല് പോലത്തെ കല്ലുകളിലൊക്കെ സബൂർ മതത്തിന്റെ ലുനാനിപ്പാസിലും സവറാത്തിന്റെ ഇംബ്രവാസ അംബ്രാനിയിലും ഇഞ്ചിയിലുള്ള സുറിയാനിയും പരിശുദ്ധ ബുർഖാനിലുള്ള അറബിയിലും ഉറുദുലും ഒക്കെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ അതെല്ലാം കണ്ട് അതിശയപ്പെട്ടും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് മാത്രമല്ല, ഒരുപാട് നബിമാരുടെ കബർസ്ഥാനം അവിടെ ഉണ്ട്. അതാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന സ്ഥലം, ഒരു ചെറിയ സ്വർഗം. അവിടെ ചെന്ന് ഞങ്ങൾ ആ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോ അതിൽ കിട്ടിയ ഫലമാണ് യഥാർത്ഥമായിട്ടൊരു പരിശുദ്ധ ഇസ്ലാം മതം എന്നുള്ളത് എന്റെ മനസ്സിന്റെ ഉള്ളിൽ അന്ന് തോന്നി. എന്റെ സുഹൃത്തുക്കടുത്ത് ഞാൻ ഇന്ത്യയിൽ മടങ്ങിയിട്ട് 84 വന്നിട്ട് എറണാകുളത്ത് വെച്ചും കൊണ്ട് എന്റെ നേതാക്കന്മാരുടെ അടുത്ത് ഞാൻ വാദിച്ചു. ഇവിടെ ഒരുപാട് നബിമാരൊക്കെ വന്നിട്ടുണ്ട്, ചതിവിലും വഞ്ചനയിലും യഹൂദികളും മറ്റുള്ളവരും ഒക്കെ കൊന്നിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ നബിമാരെ ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെ അണിയടിക്കാൻ കിട്ടിയിട്ടില്ല, ഇനി കിട്ടൂല, ഇനി കിട്ടാൻ പോകുന്നില്ലെന്ന് ഞാൻ പച്ചയ്ക്ക് വാദിച്ചപ്പോ എനിക്ക് ഒരുപാട് മർദ്ദനങ്ങളൊക്കെയാണ് കിട്ടിയത്.